പെൺ നക്ഷത്രങ്ങൾ ആഘോഷമാക്കിയ റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ നമ്മുടെ മഹേഷ് ചേട്ടനും രാജ ചേച്ചി ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. അപ്പോൾ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പിച്ചു, മനസ്സ് നിറഞ്ഞു. നിങ്ങൾ രണ്ടുപേരെയും കിട്ടിയതിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാവും ഈ എപ്പിസോഡ്. കാരണം കുറേ നല്ല വിശേഷങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. നിങ്ങളുടെ കുസൃതി നിറഞ്ഞ ഗെയിം സെക്ഷൻ, പിന്നെ എല്ലാം കൊണ്ട് സൂപ്പർ ആയിരുന്നു. കിടുക്കി, തകർത്തു, തിമിർത്തു നിങ്ങൾ. ഇനി നമുക്ക് ഇനി കൂടുതൽ പ്രദീപേട്ടനെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആ ഒരു ഡയലോഗ് വന്നതിന് ശേഷം പ്രദീപേട്ടനെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ ഈ ഒരു ഡയലോഗ് പറഞ്ഞ് ഓർക്കും. അത് അങ്ങനെ ഒരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ട്. ആ ഒരു കലാകാരൻ നമ്മുടെ ഉള്ളിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആൻഡ് ചേച്ചിക്ക് അതായത് പഠിച്ചിട്ട് ഒരു ജേർണലിസ്റ്റ് ആവണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അതായില്ല. മറ്റുള്ളവരെ ബോറടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എത്തി. മഹേഷിന്റെ ഫാമിലി സപ്പോർട്ട് എനിക്കറിയാം. വൈഫിനെയും ആ ചേച്ചിയും മക്കളെ ഒക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുൾ സപ്പോർട്ടാണെന്നുള്ളത് അറിയാം. പക്ഷെ എന്നാലും വീട്ടിലെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ പുതിയ വിശേഷം? മകളുടെ കല്യാണം വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞു. അവളിപ്പം ലണ്ടനിലാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ജീവിതം. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൊടുക്കാൻ സാധിച്ചു. മോനും അജയ് എന്നാണ് പേര്. അജയ് അവിടെ പിന്നെ ഇതേപോലെ മീഡിയയിൽ തന്നെയാണ്, മീൻസ് ന്യൂസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതം ഇപ്പം ചെറുതായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത മോളായി. അതിന് മോളിപ്പോൾ +2 ഉള്ളൂ. ഇനിയിപ്പം അവളുടെ ഫ്യൂച്ചറൊക്കെ നോക്കണം. ഹേമ ഈസ് ഹാപ്പി വിത്ത് ഹെയർ ജോബ്. അവള് ഫ്ലൈവിൻ അക്കാഡമി എന്ന് പറഞ്ഞ അക്കാഡമിയിൽ ജോലി ചെയ്യുന്നു. ഷീ ഈസ് ഹാപ്പി. അപ്പം കുഴപ്പമില്ല, ഹാപ്പി. എനിക്കൊരു മോനും ഉണ്ട്, ഗോൾഡൻ റിട്രീവർ. ബഡി എന്നാണ് അവന്റെ പേര്. ബഡി. അപ്പൊ ശരിക്കും ബഡി തന്നെയാണ് അവൻ. അതെ, അവന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ബിലേറ്റഡ് ബർത്ത്ഡേ നമ്മുടെ ബഡിക്കുട്ടന്. താങ്ക് യു സോ മച്ച്. സൂപ്പർ. അപ്പൊ അങ്ങനെ വീട്ടിൽ എന്തൊക്കെയാണ്, അതായത് കൃഷി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ടൈം പാസ് എങ്ങനെയാണ്? കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുശേഷമുള്ള ക്ലീനിങ് ഇഷ്ടമല്ല. കുക്കിംഗ് ചെയ്യും പക്ഷെ ക്ലീനിങ് ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നോൺ വെജ് കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഉണ്ടാക്കി കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പാത്രം കഴുകല്, അവിടെയാണ് ഞാൻ ഹേമയും തമ്മിൽ അംഗച്ചേകവരാകുന്നത്. വാൾപ്പായിട്ട് ഈ വിദേശത്ത് നിന്ന് വന്ന സമയത്ത് അവിടെ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഒരു പുതിയ സ്വഭാവം എന്റെ ഉള്ളിൽ കയറി കൂടി, അത് ഇവിടെ വന്നപ്പോൾ മാറ്റണം അല്ലെങ്കിൽ ശരിയാവൂല? അല്ല, നേരെ തിരിച്ചാണ്. ഞാൻ വിദേശത്ത് പോയപ്പോഴാണ് പരസ്പരം ബഹുമാനിക്കണം എന്നുള്ള. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ പോലും നമ്മുടെ എതിരെ നടന്നു വരുമ്പം ഹലോ, ഹൗ ആർ യു, ഐ ഡൂയിങ് എന്നൊക്കെ ചോദിക്കില്ലേ? ഇവിടെ നമ്മൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ എതിരെ വന്നവൻ്റെ നമ്മൾ ആ ഓർമ്മയിൽ, ഈ കുറേ നാൾ നിന്നെ ഓർമ്മയിൽ, ഞാൻ രാവിലെ നടക്കാൻ പോകണം, എക്സസൈസ് ഇതിൽ നടക്കാൻ പോകുമ്പോഴത്തേക്ക് എതിരെ വന്നാൾ ഹലോ എന്ന് പറഞ്ഞാണ്, എവിടത്തെയാ ഒന്ന് നിന്നെ, പിന്നെ 5 മിനിറ്റ് അവിടെ പോയി, ഞാൻ ആരാണ് എന്താണ് കണ്ട. അവിടെ അതത്തെ പ്രശ്നമൊന്നും ഇല്ല. അപ്പം അങ്ങനെ പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരിത്. പിന്നെ അവിടെ അവനവൻ്റെ കാര്യം, ഈ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നടക്കുമെന്നുള്ള പ്രതികരണം അതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, അവിടെ സുഖം തന്നെയായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു ജോലി പഠിച്ച് ആ ജോലിയിൽ കൃത്യമായിട്ട് കാശ് കിട്ടിയ ഒന്ന് കംഫർട്ട് ആയപ്പോഴേക്കുമാണ് തിരിച്ചു വരണം എന്നുള്ളൊരു തോന്നൽ. കഷ്ടപ്പെട്ടത് വളരെ അബദ്ധവശാൽ തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്കിവിടെ റെഡ് കാർപ്പറ്റ് ഇതുപോലെ ഒരു സ്വീകരണം കിട്ടുമെന്ന് വിചാരിച്ചു. മലയാള സിനിമയിൽ ബ്ലാക്ക് കാർപ്പറ്റ് ആയി പോയി. മൊത്തം ഡാർക്ക് സീനായി പോയി. വെടി പോക എന്തിയാ, എല്ലാത്തിനും അതിൻ്റെതായുള്ള സമയമുണ്ടല്ലോ ദാസ മഹേഷ്. അതെ, അതുകൊണ്ടായിരിക്കും. ശരിയാണ് വിജയാശ്വാസിക. ഇനി എന്തായാലും നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കുറെ കേട്ടു, ഒരുപാട് എൻജോയ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കലാകാരിയെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ പെർഫോമർ ആരാണെന്ന് നമുക്കറിയണം. അവരെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. റെഡി? അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലെ പാട്ട് ഡാൻസ് അല്ല, കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള പെർഫോമറെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ ഈ വനിതാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷിജന പ്രീത്. കാർപ്പറ്റിലേക്ക് സ്വാഗതം.
ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സാധാരണ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി പെർഫോമൻസ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ഫാമിലി തന്നെ റെക്കോർഡ് ഫാമിലിയാണ്. ഇവര് ഹസ്ബൻഡ്, വൈഫ്, മകള് എല്ലാവർക്കും ഓരോരോ റെക്കോർഡ്സ് ഉണ്ട് ഓരോരോ കാര്യങ്ങൾക്ക്. അതില് ഷിജിനയ്ക്ക് ബലൂൺ ആർട്ടിലാണ് അല്ലേ? സോ എന്തൊക്കെയാണ് സംഭവങ്ങൾ ബലൂൺ ആർട്ടിലൂടെ ചെയ്യുന്നത്? എനിക്കിപ്പം നിലവിൽ 2 റെക്കോർഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഈ ബലൂൺ ഉപയോഗിച്ചിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഒരു ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ണൂർ വെച്ചിട്ട്, കണ്ണൂർ ARSS കോളേജിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഏഷ്യയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതുകൊണ്ട് അത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ എൻ്റർ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ബലൂൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന റെക്കോർഡാണ്. 1 മിനിറ്റിനുള്ളിൽ 13 ബലൂൺ രൂപങ്ങൾ നിർമ്മിച്ചതാണ്. അതിപ്പോൾ നിലവിൽ ഗിന്നസ് റെക്കോർഡിന് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ബലൂൺ എന്ത് ടൈപ്പ് ഓഫ് ബലൂൺസ് ആണ് യൂസ് ചെയ്യുന്നത്? നോർമൽ ബലൂൺസ് തന്നെയാണോ? അല്ല, ഇതിന് മോഡലിംഗ് ബലൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ബലൂണാണ്. നീളത്തിലുള്ള ബലൂണാണ്. നീളത്തിലുള്ള ബലൂണ്. പക്ഷേ ഞാൻ സാധാരണ ബലൂണുകളും ഇതിന്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട്. ചില ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും കൂടുതലും മോഡലിംഗ് ബലൂൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിലേക്ക് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം? ഈ ബലൂൺ ആർട്ട് എന്ന് പറയുന്നത് പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ബലൂണുകൾ ഇങ്ങനെ വാങ്ങിച്ച് അങ്ങനെയൊക്കെയാണോ? അതൊരു ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഞാൻ വലുതായപ്പോഴും ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ വലിയ ബലൂൺ തണ്ണിമത്തൻ അത് വാങ്ങിക്കാറുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളായിരുന്നു. പക്ഷേ ഈ ബലൂൺ ആർട്ടിനെ കുറിച്ച് ഞാൻ അറിയുന്നതും ബലൂൺ ആർട്ട് എന്ന് പറയുന്ന ഫീൽഡിലോട്ട് വരുന്നതും ആഫ്റ്റർ മാരേജ് ആണ്. ഓ, അത് ശരി. ഹസ്ബൻഡ് മെന്റലിസ്റ്റ് ആണ്. അപ്പം മെന്റലിസം ഷോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ വളരെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് അതൊന്നും മനസ്സിലാവും. വിഷ്വൽ എഫക്റ്റ് ആയിരിക്കും അവർക്ക് കൂടുതൽ കെയർ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് A to Z ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ബലൂൺ ആർട്ടിനെ കുറിച്ച് അറിയുന്നത്. ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു ആർട്ട് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങി, പിന്നെ ഷോ ചെയ്ത് തുടങ്ങി. ബാക്കിയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡെവലപ്മെന്റ് ആയി. ആഫ്റ്റർ മാരേജ് ആണ് ഈ ഒരു ഇത്രയും ഒരു റെക്കോർഡ്സ് ഒക്കെ കിട്ടിയത് അല്ലേ? അതെ, എല്ലാം ആഫ്റ്റർ മാരേജ്. ഈ ബലൂൺ ആർട്ട് എന്ന് പറയുന്നതിന്റെ കിട്ടിയിരിക്കുന്നത് എല്ലാം ആഫ്റ്റർ മാരേജ്. ബിഫോർ മാരേജ് എന്തൊക്കെയായിരുന്നു ഷിജിന എന്ന് പറയുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ അന്നൊക്കെ എനിക്ക് നാടകത്തിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. 2 തവണ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഠിച്ചിട്ടുണ്ട്. നാടകം കലാക്ഷേത്രയുടെ ഇതിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് കല്യാണം കഴിച്ചത് കലാകാരനെയായിരുന്നു. സ്വാഭാവികമായിട്ടും പുള്ളിയോടെ ജോയിൻ ചെയ്തു. അപ്പോൾ 2 സ്ഥലത്തും, അതായത് ഷിജിനയുടെ ഫാമിലിന്നും ഹസ്ബൻഡിന്റെ ഫാമിലിന്നും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരിക്കും. കലാപരമായിട്ട് നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാപരമായിട്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഹസ്ബൻഡിന്റെ ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിലൂടെ തന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കല കൊണ്ട് മാത്രം ജീവിക്കുകയാണ്. സൂപ്പർ. മഹേഷ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ നമ്മള് ചില ഇവന്റ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് സ്നൂപ്പി ഡോഗിനെയും അതുപോലുള്ള പല മൃഗങ്ങളെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ശരിക്കും ഇതൊരു ഫോറിൻ ആർട്ടാണ്, വിദേശ ആർട്ട് തന്നെയാണ്. നമ്മൾ ഇവിടെ അത്രത്തോളം പോപ്പുലർ ആയിട്ടില്ല. ഷിജിനയ്ക്ക് എന്തായാലും ഈ ഒരു കലാരൂപം നമ്മുടെ നാട്ടിലും വളർത്തിയെടുക്കാൻ കഴിവുണ്ട്. അത് അങ്ങനെ വരട്ടെ അല്ലെ? ഈ ബലൂൺ ആർട്ട് നമ്മുടെ നാട്ടിലും ഷിജിനയിലൂടെ കൂടുതൽ ആൾക്കാർ പഠിക്കട്ടെ, അറിയട്ടെ. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി പരിചയപ്പെടാം. ഹസ്ബൻഡും മകളുമാണ് വന്നിരിക്കുന്നത്. നമസ്കാരം. 2 പേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടൻ ഒരു മെന്റലിസ്റ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞു. സോ എത്ര വർഷം ഈ ഒരു ഇൻഡസ്ട്രിയില്? ഞാൻ മാജിക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2000-ലാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ ചെയ്യുന്നത്. ശരി. അതിനുശേഷം മെന്റലിസ്റ്റിൽ ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യാൻ തുടങ്ങിയത്? മെന്റലിസം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി. അതൊരു ഗ്രാജുവൽ ചേഞ്ച് ആയിരുന്നു. മാജിക്കിൻ്റെ കൂടെ മെന്റലിസം പരീക്ഷിച്ച് നോക്കി, പിന്നീട് മെന്റലിസം മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലായിട്ട് അതിലേക്ക് വന്നതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത് അല്ലേ? മറ്റൊരാളുടെ മനസ്സിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും അത്ഭുതത്തോടെ കാണുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾ. നമ്മളെ ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുമോ? നമുക്ക് ശ്രമിക്കാം. ഞാൻ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചു. ഞങ്ങള് 3 പേരിലും ആരെങ്കിലും ആരാണ് റെഡിയാവുന്നത് ഒരു മൈൻഡ് റീഡിംഗ് എക്സ്പെരിമെന്റ് ചെയ്യാൻ? കുറെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇല്ലായിരിക്കില്ല. ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് സ്കൂൾ ടൈമിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമയമായിരിക്കും സ്കൂൾ ടൈം. നമുക്ക് സ്കൂളിൽ ചില ടീച്ചേഴ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലേ? ചില ഫേവറേറ്റ് ടീച്ചർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ മാഡത്തിന് അങ്ങനെ ആരെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിക്കാവോ? ആരെങ്കിലും ഒരാളെ മനസ്സിൽ കൊണ്ടുവരാം. ഒരു പേര് ഇപ്പം മനസ്സിലുണ്ട് അല്ലേ? ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറില്ലാണോ ടീച്ചർ? ഇപ്പോൾ ഉണ്ടോ?
ടീച്ചറുണ്ട്. മാഡം പഠിച്ചതൊക്കെ ഏത് സ്കൂളിലാണ്? ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. എറണാകുളത്താണ്. അപ്പോൾ അവിടെ ടീച്ചർ ഇപ്പോഴും കാണാറുള്ള ടീച്ചറാണോ? ആ, കാണാറില്ല, ഞാൻ സംസാരിക്കാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ. സോ ആ ടീച്ചറിനെ എനിക്കറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എങ്ങനെ ഒരു സാധ്യതയില്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുവാണ് അല്ലേ? ആ ടീച്ചറിന്റെ പേര് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്കൊരു പേടി പോലെ. ഇല്ല, പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല, റിലാക്സ്. ആ ടീച്ചറിന്റെ പേര് ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. ആൻഡ് ജസ്റ്റ് ഇമാജിൻ നമ്മൾ ആ ടീച്ചറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഫോൺ വഴി നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം മൊബൈൽ ഫോൺ എടുത്ത് അതിൽ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യും. കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പേര് അവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ നമ്പറൊക്കെ കിട്ടുന്നത് അല്ലേ? ജസ്റ്റ് ഇമാജിൻ ടീച്ചറിൻ്റെ പേര് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്നതായിട്ട് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാവും. ജസ്റ്റ് ഇമാജിൻ 1 by 1 ഓരോ ലെറ്റർ ആയിട്ട്. ഒന്നുകൂടി വളരെ സ്ലോ ആയിട്ട് ഓരോ ലെറ്റർ ആയിട്ട് വിചാരിക്കാവോ? ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഫോണിൽ എൻ്റർ ചെയ്ത ഫസ്റ്റ് ലെറ്റർ L ആണോ? ആണ്. ഓക്കെ ഓക്കെ, ഗുഡ്, താങ്ക് യു. സോ നമ്മൾ സാധാരണ ഇതിൽ ഫോണിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിൽ ഓരോ ലെറ്ററായിട്ട് എപ്പിയർ ആവുമല്ലോ അല്ലേ? അങ്ങനെ ആ പേരിലുള്ള ഓരോ ലെറ്ററായിട്ട് സ്ക്രീനിൽ എപ്പിയർ ആവുന്നതായിട്ട് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യാമോ? ജസ്റ്റ് ഓരോ ലെറ്ററായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഇങ്ങനെ ഓരോ ലെറ്റർ എപ്പിയർ ആവുന്നതായിട്ടൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാമോ? ആ പേരിൽ എവിടെയോ ഒരു വൈ ഉണ്ടോ? ഓക്കെ, വൺസ് അഗൈൻ ഓരോ ലെറ്ററായിട്ട് ഒന്നുകൂടി. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പോൾ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഹലോ, ഇപ്പം നമ്മൾ രമ എന്നാണെങ്കിൽ ഹലോ രമ ടീച്ചർ അല്ലേ എന്ന് ചോദിക്കില്ലേ? അങ്ങനെ ഒന്ന് പറയുന്നതായിട്ടൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞത്, മനസ്സിൽ മാത്രം. ഹലോ ലിയോണി ടീച്ചർ അല്ലേ എന്നാണോ ചോദിച്ചത്? ആണോ? പേര് ലിയോൺ ആണോ? ലിയോണി എന്നാണ് ടീച്ചറിന്റെ പേര് അല്ലേ? ലിയോണി. ഓക്കെ, സൂപ്പർ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്താ അങ്ങനെ ഒരു കളത്തിലും പറയാൻ നോക്കൂലല്ലേ? അല്ല, ഇതൊരു ആർട്ട് ഫോം ആണ്. അതുകൊണ്ട് ആർട്ട് ഫോം ആണോ? മെന്റലിസം എന്ന് പറയുന്നത് ആർട്ട് ഫോം ആണ്. ഞാൻ ഇപ്പോഴും ആ ഹാങ് ഓവർ തന്നെ ഇരിക്കുക. കണ്ടുപിടിച്ചത് അല്ലേ? മെന്റലിസം എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ഭാഗമാണ്. അതിൽ സൈക്കോളജി മാജിക് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായി. എന്തായാലും കലക്കി, സൂപ്പർ. ഇനി ഇത് ജ്വാലക്കുട്ടി അല്ലേ? ഹായ് ജ്വാല. ഹായ്. ഈ ജ്വാല ഒരു റെക്കോർഡിസ്റ്റ് ആണ് കേട്ടോ. റെക്കോർഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് കിട്ടിയ കുട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അമ്മയുടെ അല്ല, രണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. ആള് മെജീഷ്യൻ ആണ്, ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. രണ്ടും പെർഫോം ചെയ്യും. ഒരു 2.5 വയസ്സ് മുതൽ പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് അല്ല, 2.5 വയസ്സ് മുതലോ? ജ്വാലക്കുട്ടി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ റെക്കോർഡ് ഇത്രയും കിട്ടിയപ്പോ? സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞേ? സന്തോഷമുണ്ട്. മോള് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബലൂൺ ആർട്ടിസ്റ്റ് ആണ്. ആ ഒരു റെക്കോർഡ് ആണ് കിട്ടിയത്. ബലൂണിൽ എന്തൊക്കെ ചെയ്യാം? മോൾ എന്തൊക്കെ ചെയ്യാ? ഞാൻ ഡോഗ്, ജിറാഫ്, പിന്നെ ഒരു ഡ്രാഗൺ ഫ്ലൈ, സ്വാഡ്, പിന്നെ ഒരു പക്ഷി. ഇത്രയൊക്കെ ചെയ്യും. കൺഫ്യൂഷൻ ആണ്. എന്തായാലും അടിപൊളി, രണ്ടുപേരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഈ ഒരു അംഗീകാരങ്ങളുടെ നിറവിലുള്ള ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചത് ചേട്ടൻ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മൈൻഡ് റീഡർ എന്ന് പറയുന്ന റെക്കോർഡ് ഉണ്ട് ചേട്ടന്റെ പേരിൽ. അടിപൊളി. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ബലൂൺ ആർട്ട് കാണാനുള്ള സമയമാണ്. എന്തായാലും നമുക്ക് കാണാം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.
ആയിരുന്നു അല്ലേ? ഓ ഗിറ്റാറും അസ്ഥികൂടം ഒക്കെ പിടിച്ചിരിക്കുന്ന ഇരിപ്പുണ്ടോ? ചേച്ചി ഞാൻ നോക്കിയപ്പോ കുഞ്ഞു കുട്ടികളെ പിടിച്ചിരിക്കുന്ന നിലത്തിരുത്തിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് കൂട്ടിനൊരാളില്ലാന്നുള്ള കംപ്ലൈന്റ് മാറി. അതെ, ഇനി കൂട്ടിന് നല്ല ഉഗ്രൻ ഒരാളെ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്തു അല്ലെ നമ്മളെ. അതായത് ഒറ്റ കയ്യിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ രണ്ട് കൈ കൊണ്ട് ഭയങ്കര സ്പീഡിൽ പല പല പൂവായിട്ടും അരയന്നും ഗിറ്റാറും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ അസ്ഥികൂട ഗിറ്റാറൊക്കെ വെച്ചിട്ടൊന്ന് വരിക. എന്തായാലും നമുക്ക് ഈ ഒരു പെർഫോമൻസ് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞിരിക്കുമ്പോൾ ഈ കലാകാരി വെറും കൈയോടെ വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു സമ്മാനം കൊടുക്കണം. വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എന്താണ്? സ്നേഹം. അതാണ് സ്നേഹം മതി, ബാക്കിയൊക്കെ കൂടെ വന്നു. എന്തായാലും ഞങ്ങള് റെഡ് കാർപ്പറ്റ് ടീം ഒരു സമ്മാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവരെ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഫ്ലോറിൽ വന്ന ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് ഫോം പ്രേക്ഷകർക്ക് വേണ്ടി പ്രകടിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. ആൻഡ് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി ആൻഡ് മഹേഷ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് അടിപൊളിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ശരിക്കും പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന, ഇത് കണ്ടിട്ട് സമാധാനമായിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊടുത്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ചേട്ടന് വേണമെങ്കിൽ വേറെ ചേട്ടന് ഗിറ്റാർ വീട്ടിൽ പോയി ശ്രുതി ശുദ്ധമായി പാട്ട് പഠിച്ചിട്ട് വേണം അടുത്ത പറ്റിയാണ്. എന്തായാലും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിലും. അടുത്ത എപ്പിസോഡിൽ പുതിയ കലാകാരിയുമായിട്ട് പുതിയ അതിഥികളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് us. Now we are saying bye bye. This is Red Carpet.